ചാലക്കുടി കാടുകുറ്റി പ്രദേശങ്ങളിൽ അടിക്കടി സാന്നിധ്യമുള്ള പുലിയെ പിടികൂടുന്ന ദൌത്യം ജില്ലാ ഭരണകൂടം വെല്ലുവിളിയായി ഏറ്റെടുക്കുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പുലിഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചാലക്കുടി ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധി ഉദ്യോഗസ്ഥ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ. അപ്പം കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പക്മാക്സും മറ്റേ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും ഫൈനലേക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഒരുപാട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണുള്ളതെന്നുള്ള. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പുലിയെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി വൈൽഡ് ലൈഫ് ഓഫീസർമാരെ കൂടി ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തും. പുലിയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ നിരീക്ഷണ ക്യാമറകളിലും ചാലക്കുടി പുഴയുടെ ഇരുതീരങ്ങളിൽ നിന്ന് ലഭിച്ച കാൽപ്പാടുകളിലും ഒരു പുലിയുടെ സാന്നിധ്യമാണ് വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ പുലികളുണ്ടെന്ന സാമൂഹ്യ മാധ്യമ വാർത്തകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. നിലവിൽ 69 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ 20 CCTV ക്യാമറകളും സ്ഥാപിക്കും. 2 ഡിവിഷൻ പരിധികളിലായി 45 RRT സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും. ദൗത്യം അവസാനിക്കുന്നതുവരെ ക്യാമറകളും കൂടും വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ പൊതുജനങ്ങൾ പോകരുതെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ബിജു, MS സുനിത, DFOമാരായ R ലക്ഷ്മി, വെങ്കടേശൻ, ചാലക്കുടി DYSP K സുരേഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി.